കേസുവിന് എന്താണ് പറയാനുള്ളത് എന്ന് കൃത്യമായി മുഖ്യമന്ത്രിക്ക് അറിയാവുന്നത് കൊണ്ടാണ് അന്ന് അദ്ദേഹം മുഖ്യമന്ത്രി കേസു സംസ്ഥാന അധ്യക്ഷനെ കാണാൻ കൂട്ടാക്കാതിരുന്നത്. ഒരേ വേദിയിൽ ഒരുമിച്ചുണ്ടായിട്ടും ഒന്ന് മുഖം പോലും നോക്കി ചിരിക്കുക പോലും ചെയ്യാതിരുന്നത്. അപ്പോൾ കേസുവിന് എന്താണ് പറയാനുള്ളത് എന്ന് കൃത്യമായി മുഖ്യമന്ത്രിക്ക് അറിയാം. അതായിരുന്നില്ല കേസുവിന്റെ ആവശ്യം. മുഖ്യമന്ത്രിയെ കണ്ട് കൂടിക്കാഴ്ച നടത്തി ഈ ഒരു കാര്യം ഉന്നയിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ആവശ്യമായിരുന്നു. ആദ്യത്തെ ആവശ്യം ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനത്ത് മുൻ SFI-കാരിയെ നിയമിച്ചു എന്നുള്ളത്, അവരെ പുറത്താക്കുക, അത്തരത്തിലുള്ള ഒരു നിയമനം വേണ്ട. KSUവിൽ നിന്നോ യൂത്ത് കോൺഗ്രസിൽ നിന്നോ സമരത്തിലൂടെ KSUവിലേക്കും യൂത്ത് കോൺഗ്രസിലേക്കും എത്തിയ നിരവധി ആളുകളുണ്ട്. അത്തരത്തിലുള്ള ഒരാളുകളെ ആയിരുന്നു ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്നായിരുന്നു KSU ഉന്നയിച്ച ആവശ്യം ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതേക്കുറിച്ച് KSU നേതാവ് അലോഷ്യസ് സേവ്യർ എന്താണ് പറയാനുള്ളത്? ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ യോഗത്തിലും മാറ്റണമെന്ന ഒരു ആവശ്യം ശക്തമായി തന്നെ മുഖ്യമന്ത്രി അറിയിച്ചെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് മാറ്റണോ വേണ്ടോ എന്ന കാര്യത്തിലേക്ക് ഒരു ഉറപ്പ് ഇതുവരെ മുഖ്യമന്ത്രി നൽകിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്നാലും ഇത് KSU ഒപ്പം തന്നെ മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയാണ്. അത് എല്ലാ കാര്യങ്ങളും പരസ്യപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ മാറ്റണമെന്ന SFI-കാരിയായ ഒരാളെ പ്ലീഡർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നൊരു ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി നടത്തിയ യോഗത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് പോസിറ്റീവായ ഒരു മറുപടി മുഖ്യമന്ത്രി നൽകിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ഒരു മറുപടിയാണ് നമുക്ക് അറിയേണ്ടത്. എല്ലാം അനുഭവവും പരിഗണിച്ച് ഒരുപക്ഷെ അനുകൂലമായ ഒരു മറുപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് KSUക്കാർ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പൂർണ്ണമായും ഈ ചർച്ച വിജയിച്ചോ എന്ന് ചോദിച്ചാൽ ഇത്തരം കാര്യങ്ങളിൽ ഉടനടി തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ സർക്കാർ ഇടപെടണം എന്നൊരു ആവശ്യമായിരുന്നു ഇവർ ഉന്നയിച്ചിരുന്നത്. അക്കാര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചുണ്ട്. ഇനി തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. എന്തായാലും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന പ്രസിഡന്റ്, KSU സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ. ഈ ചർച്ച ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ മതി എന്നാണോ KSU പറഞ്ഞു വെക്കുന്നത്? നേരത്തെ അലോഷ്യസ് സേവ്യർ അന്ന് പ്രതികരിച്ചത്, അതായത് കൊച്ചിയിൽ പ്രതികരിച്ചത്, തെറ്റ് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. സർക്കാരിന്റെ ഭാഗത്ത് വന്ന ഒരു വീഴ്ച, പോരായ്മ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു KSU ചെയ്തത്. ആ പോരായ്മ ചൂണ്ടിക്കാണിച്ചത് തെറ്റാണ് എന്ന് സർക്കാരിന് തോന്നുകയാണെങ്കിൽ ആ തെറ്റ് തുടരും, ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു വെച്ച ആളുകൂടിയാണ് അലോഷ്യസ് സേവ്യർ. അപ്പോൾ ഇന്ന് ഈ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറയേണ്ടതെല്ലാം ക്ഷമാപൂർവ്വം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയോട് പറഞ്ഞു. മുഖ്യമന്ത്രി അത് ക്ഷമാപൂർവ്വം കേൾക്കുക ചെയ്തു എന്ന് അലോഷ്യസ് സേവ്യർ പറഞ്ഞു വെക്കുമ്പോൾ ഇനി ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ KSU ഉണ്ടാകില്ല, അലോഷ്യസ് സേവ്യർ ഉണ്ടാകില്ലേ? അത്തരത്തിൽ പാർട്ടിക്ക് ഭയപ്പെട്ട് മുന്നോട്ട് പോകാനാണോ, പരസ്യ പ്രതികരണങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാനാണോ അലോഷ്യസ് സേവ്യറിന്റെയും KSUവിന്റെയും തീരുമാനം? വിനീഷ, അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇനി ഒരു വിഷയത്തിൽ പരസ്യ പ്രതികരണം അവസാനിപ്പിക്കുന്നു എന്നാണ് അലോഷ്യസ് സേവ്യർ പറഞ്ഞിരിക്കുന്നത്. അതായത് പറയാനുള്ള കാര്യം മുഖ്യമന്ത്രിയെ അറിയിച്ചു. ഇനി സർക്കാരും മുഖ്യമന്ത്രിയുമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ഇത് ഞങ്ങൾ കൂടെ ഉൾപ്പെടുന്ന ഒരു സർക്കാരാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ കൂടുതൽ സംസാരിക്കാൻ ഞങ്ങളില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും പരസ്യ പ്രതികരണം ഇനി ഇല്ല എന്ന് പറയുമ്പോഴും പൂർണ്ണമായും ഈ ചർച്ച വിജയിച്ചോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്, ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഉന്നയിച്ച കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്ലീഡർ സംബന്ധിച്ച കാര്യമാണ്. അക്കാര്യത്തിൽ ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു, അവർക്ക് കേൾക്കാനുള്ളത് കേട്ടു. നേരത്തെ അറിയാം മുഖ്യമന്ത്രിക്ക് എന്തായിരിക്കും ഇവർ സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ അതിൽ ഒരു അനുകൂലമായ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്നത് നമ്മൾ ശ്രദ്ധാപൂർവ്വം നോക്കിക്കാണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി മറ്റു വിഷയങ്ങൾ, പല വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അക്കാര്യങ്ങളിലൊക്കെ തന്നെ എന്ത് തീരുമാനം ഇനി മുഖ്യമന്ത്രി എടുക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. എന്തായാലും പ്രധാനപ്പെട്ട ഒരു ചർച്ച തന്നെയായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നത്. അരമണിക്കൂറോളം KSU സംസ്ഥാന പ്രസിഡന്റും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. നമുക്കറിയാം, കൊച്ചിയിലൊക്കെ നടത്തിയ പരസ്യ പ്രതികരണം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും KSUവിനകത്ത് തന്നെ രണ്ട് ചേരി രൂപപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുന്നു. എന്തായാലും ഇനി ഒരു പരസ്യ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവില്ല. KPCC സംസ്ഥാന നേതൃത്വം അടക്കം ഇടപെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയുമായി ഇന്ന് KSU സംസ്ഥാന പ്രസിഡന്റും കൂടിക്കാഴ്ച നടത്തുന്നത്. ആ കൂടിക്കാഴ്ചയിൽ ഇനി എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിലപാട് എന്നത് ഏറെ നിർണായകമാണ്. എന്തായാലും നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ തന്നെ ഇന്നും നടത്തിയ കൂടിക്കാഴ്ചയിൽ KSU മുന്നോട്ട് വെച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒന്ന് പ്ലീഡർ നിയമവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അക്കാര്യം ഇന്നും വീണ്ടും ആവർത്തിച്ചു. പക്ഷേ അതിനെ പോസിറ്റീവായ മറുപടിയോ നെഗറ്റീവായ മറുപടിയോ ഇതുവരെ മുഖ്യമന്ത്രി നൽകിയിട്ടില്ല. എന്തായാലും ചർച്ച പോസിറ്റീവ് ആണെന്ന് കരുതുന്നു. മുഖ്യമന്ത്രിയോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ വള്ളിപുള്ളി വിടാതെ മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിക്കാനാകില്ല. ഇതിനു മുൻപ് KSUയുടെ ആശങ്ക പൊതുമധ്യത്തിലൂടെയായിരുന്നു KSU ഉന്നയിച്ചത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് അലോഷ്യസ് സേവ്യർ ഈ ഒരു പ്രശ്നം ഉയർത്തിയത്. അതിനുശേഷം മാധ്യമപ്രവർത്തകരോടാണ് പ്രതികരിച്ചത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പരസ്യമായി മാധ്യമങ്ങൾക്ക് നടുവിലാണെന്നേ ഈ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് പറയുന്നത്. അപ്പോൾ ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ മാത്രം മാധ്യമപ്രവർത്തകരുമായി പങ്കുവയ്ക്കാൻ കഴിയില്ല എന്ന് അലോഷ്യസ് പറയുന്നിടത്തുനിന്ന് നമ്മൾ എന്താണ് വായിച്ചെടുക്കേണ്ടത്?
അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂർണ്ണമായും ചർച്ച വിജയിച്ചില്ല എന്നൊരു സൂചന നമുക്ക് അതിൽ നിന്നും. കാരണം ഈ ചർച്ച പൂർണ്ണമായും വിജയിക്കുകയാണെങ്കിൽ KSU മുന്നോട്ട് വെച്ച കാര്യങ്ങൾ പൂർണ്ണമായും മുഖ്യമന്ത്രി അംഗീകരിക്കുകയാണെങ്കിൽ ഇതിനോടകം തന്നെ അവർ വ്യക്തമാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും സർക്കാർ അംഗീകരിക്കാൻ തയ്യാറായി, ഞങ്ങൾ ശരിയാണെന്ന കാര്യം സർക്കാരും മുഖ്യമന്ത്രിയും അംഗീകരിക്കാൻ തയ്യാറായി എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ തന്നെ വിശദീകരിക്കേണ്ടതാണ്. പക്ഷേ ആ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഞങ്ങളും മുഖ്യമന്ത്രിയും പല വിഷയങ്ങളും ചർച്ച ചെയ്തു, അതെല്ലാ കാര്യങ്ങളും ഒന്നും തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ തുറന്നു പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും ഉണ്ട് എന്ന് നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ചർച്ച ഏത് തരത്തിൽ മുന്നോട്ട് പോയി എന്നടക്കമുള്ള സൂചനകൾ അതിനകത്തുണ്ട്. ഉന്നയിച്ച കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഇതിനോടെങ്കിലും ഒരു പോസിറ്റീവായ നിലപാട് മുഖ്യമന്ത്രിയോ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം എന്തായാലും തുറന്നു പറയാൻ ഒരുപക്ഷെ KSU മടിക്കില്ലെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അക്കാര്യങ്ങൾ ഉണ്ടായില്ല. സർക്കാരിന്റെ ഭാഗത്ത് അനുകൂല നിലപാട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആണ് ഇവിടെ നിന്നും KSU പ്രവർത്തകർ മടങ്ങുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.